എന്താണ് ഉദ്ഹിയ എന്ന സ്വഹാബത്തിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചര്യയാണ് ഉദ്ഹിയ. ഖാലൂ ഫമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്, അതിൽ നമുക്കെന്ത് പ്രതിഫലമുണ്ടെന്ന സ്വഹാബത്തിന്റെ ചോദ്യത്തിന് റസൂൽ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, അതിന്റെ ഓരോ രോമത്തിനും ഓരോ ഹസനത്തുണ്ട്. ഹസനത്ത് എന്നാൽ 10 പ്രതിഫലമാണ്. ഉദ്ഹിയ കൊടുക്കാൻ കഴിവുള്ളവർ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ നിസ്കാര സ്ഥലത്ത് അടുത്തുപോലും പോകരുതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈൻ അംലഹൈൻ അഖറനൈൻ ദബഹുമാ ബിയദി, കൊമ്പുള്ള 2 കൊഴുത്ത ആടിനെ തന്റെ കൈകൊണ്ട് റസൂൽ ഉദ്ഹിയ നിർവഹിച്ചു. ഹജ്ജത്തുൽ വദാഇൽ 100 ഒട്ടകവുമായി വന്ന റസൂൽ വയസ്സിന്റെ കണക്കനുസരിച്ച് 63 ഒട്ടകം സ്വന്തം കൈകൊണ്ട് അറുക്കുകയും ബാക്കി 37 ഒട്ടകത്തെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ അറുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പെരുന്നാൾ ദിനം ചെയ്യുന്ന അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഉദ്ഹിയ കർമ്മമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മാ അമില ബിൻ ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിൻ ദം, മനുഷ്യൻ പെരുന്നാൾ ദിനം ബലികർമ്മത്തേക്കാൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമലും ചെയ്യുന്നില്ല. വഇന്നഹു ലയതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅസ്ആരിഹാ വഅദ്ലാഫിഹാ, ബലി നടത്തിയ മൃഗത്തിന്റെ കൊമ്പും രോമവും നഖവും നാളെ പരലോകത്ത് വരും. അതിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ അത് എത്തും. ഉദ്ഹിയ നിർവഹിച്ച് നഫ്സിനെ നിങ്ങൾ പരിശുദ്ധരാക്കുക. ഉദ്ഹിയയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്ത്, പരിശ്രമം, അധ്വാനം, സംസാരം, സമയം എല്ലാം പ്രയോജനകരം. وعن علي رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من خرج من بيته إلى شراء الأضحية كان له بكل خطوة 10 حسنات ومحي عنه 10 سيئات ورفع له 10 درجات. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഉദ്ഹിയയുടെ മൃഗം വാങ്ങുന്നതിന് വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ അവന്റെ ഓരോ ചവിട്ടടിക്കും 10 നന്മയുണ്ട്. അവന്റെ പാപം മായ്ക്കപ്പെടുകയും പദവി ഉയർത്തപ്പെടുകയും ചെയ്യും. വൈദാ തകല്ലമ ഫീ ശിറാഇഹാ കാന കലാമുഹു തസ്ബീഹാ, വാങ്ങുന്നതിനുള്ള സംസാരം തസ്ബീഹാണ്. വൈദാ നഖല തമനഹാ കാന ലഹു ബികുല്ലി ദിർഹമിൻ 700 ഹസന, പണം ചിലവഴിച്ചാൽ ഓരോ കാശിനും 700 നന്മയുണ്ട്. വൈദാ തറഹഹാ അലൽ അർളി യുരീദു ദബഹഹാ ഇസ്തഗ്ഫറ ലഹു കുല്ലു ഖൽഖിൻ മിൻ മൗദിഇഹാ ഇലൽ അർളി സാബിഅ, അറുക്കാൻ വേണ്ടി ഭൂമിയിൽ കിടത്തിയാൽ ആ സ്ഥലം മുതൽ 7-ാം ആകാശം വരെയുള്ള സർവ്വ സൃഷ്ടികളും അവന് വേണ്ടി പൊറുക്കലിനെ തേടും. വൈദാ അഹ്റകതമഹാ ഖലഖല്ലാഹു ബികുല്ലി ഖത്റത്തിൻ മിൻ ദമിഹാ 10 മിനൽ മലായിക യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, പ്രസ്തുത ഉരുവിനെ അറവ് നടത്തിയാൽ അതിന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 10 മലക്കുകളെ അല്ലാഹു സൃഷ്ടിക്കും. ആ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യും. വൈദാ ഖുസിമ ലഹ്മഹാ കാന ലഹു ബികുല്ലി ലുഖ്മത്തിൻ മിസ്ല ഇത്ഖി റഖബ മിൻ ഉൽദി ഇസ്മാഈൽ അലൈഹിസ്സലാം, മാംസ വിഭജനം നടത്തുമ്പോൾ ഓരോ കഷ്ണത്തിനും ഇസ്മാഈൽ നബി അലൈഹിസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്നുമുള്ള അടിമമോചനത്തിന്റെ പ്രതിഫലമുണ്ട്. ഏതൊരു കാര്യത്തിലും തഖ്വ വേണമെന്നതുപോലെ ഉദ്ഹിയയിലും ഭയഭക്തി വേണം.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഒരുവിന്റെ മാംസവും രക്തവും അല്ലാഹുവിന്റെ അടുക്കൽ എത്തുകയില്ല, നിങ്ങളിൽ നിന്നുമുള്ള തഖ്വയാണ് അല്ലാഹുവിന്റെ അടുക്കൽ എത്തുക.